അഡ്വക്കേറ്റ് ആളൂർ സൗമ്യ വധക്കേസിലും ജിഷ വധക്കേസിലും കൂടത്തായി കൊലപാതക പരമ്പരകളിലും നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇലന്തൂർ നരബലി കേസിലുമൊക്കെ നമ്മൾ പ്രതികളെക്കാൾ കൂടുതൽ വെറുത്ത വ്യക്തി. എന്തുകൊണ്ടാണ് ഞാൻ അടങ്ങുന്ന ഒരു വലിയ സമൂഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും നയങ്ങളെയും വെറുക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നത്? അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പോലും ആളുകൾ ശാപവാക്കുകൾ പറയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയുമാണ് ചെയ്തത്. ഇത്രയധികം വെറുക്കപ്പെടാൻ ആളൂർ ഒരു ക്രിമിനൽ ആയിരുന്നില്ല, ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു. ആളൂരിനെ പോലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന മറ്റ് അഡ്വക്കേറ്റ്സിനെ ജനം വെറുക്കുന്നുണ്ടോ? മറ്റ് അഡ്വക്കേറ്റ്സിൽ നിന്ന് ആളൂരിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? കുറച്ചധികം വർഷങ്ങളായിട്ട് കേരളത്തിന് വിരോധഭക്തിയുള്ള ഈ ആളൂർ ശരിക്കും ആരാണ്? ഭിക്ഷാടകനും ഭിന്നശേഷിക്കാരനുമായിട്ടുള്ള ഗോവിന്ദചാമി എന്ന ക്രിമിനൽ സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തുകയും ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2011 നടന്ന ഈ ഒരു സംഭവം കേരളത്തിന് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. ആ സമയത്ത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കേസ് വാദിക്കാനായിട്ട് മുംബൈയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആളൂർ എന്ന വക്കീലിനെ പറ്റിയുള്ള ന്യൂസ്. കുറേയേറെ അംഗരക്ഷകന്മാർക്കൊപ്പം അദ്ദേഹം കോടതിയിലെത്തുന്ന സീനൊക്കെ ടിവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭിക്ഷാടകനായിട്ടുള്ള ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് മുംബൈയിൽ നിന്ന് ഒരു വക്കീലിനെ ഏർപ്പാടാക്കാനായിട്ട് സാധിക്കുന്നത്? ഗോവിന്ദചാമിക്ക് വേണ്ടി ആരാണ് ഈ കേസ് ആളൂരിനെ ഏൽപ്പിച്ചതെന്നോ എത്രയാണ് ആളൂർ ഇതിന് പ്രതിഫലം വാങ്ങിയതെന്നോ ആളൂർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്ന് ഗോവിന്ദചാമി സൗമ്യയെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു. പക്ഷേ സൗമ്യയെ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിനുള്ള സാക്ഷികളോ തെളിവോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലക്കയറിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് ഗോവിന്ദചാമിയുടെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാൻ ഏതൊരു മിടുക്കനായ വക്കീലിനും കഴിയുന്നത് പോലെ തന്നെ ആളൂരിനും കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് ഗോവിന്ദചാമിയോടുള്ള വെറുപ്പും വികാരവും വളരെ ശക്തമായിരുന്നു. കൊലമരത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ജനങ്ങളുടെ മനസ്സിൽ ഗോവിന്ദചാമിക്ക് കൊടുത്തിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ വികാരത്തെ കണക്കിലെടുക്കാതെ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ ഒരു വക്കീലും തയ്യാറാകില്ലെന്നും താൻ ഈ കേസ് ഏറ്റെടുത്താൽ കേരളത്തിൽ തനിക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുമെന്നും ആളൂരിന് അറിയാമായിരുന്നു. ഗോവിന്ദചാമിക്ക് പിന്നിൽ വളരെ വലിയൊരു ഭിക്ഷാടന മാഫിയ ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടാവും. അവരാണ് ഈ ആളൂരിനെ കളത്തിലേക്ക് ഇറക്കിയതെന്നും അവർ വിശ്വസിക്കുന്നുണ്ടാവും. എന്നാൽ ആളൂർ ഈ കേസ് ഏറ്റെടുത്തത് ഒരു സെൽഫ് മാർക്കറ്റിംഗിന് വേണ്ടിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആളൂർ വക്കീൽ എന്ന നിലയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരുന്നില്ല. പലപ്പോഴും കോടതി അദ്ദേഹത്തിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിന് വാണിംഗും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണം പറയാൻ. കേരളം പോലെ ഇത്രയധികം മീഡിയ വിസിബിലിറ്റി ഉള്ള തന്റെ സ്വന്തം നാട്ടിൽ ഓരോ സാധാരണക്കാരനും ആളൂർ എന്ന പേര് കേട്ടാൽ തിരിച്ചറിയണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആദ്യം പ്രശസ്തി, അതിലൂടെ പണം. പ്രമാദമായിട്ടുള്ള പല കൊലക്കേസുകളും മോഷണ കേസുകളും ഇദ്ദേഹം ഓടി നടന്ന് തെരഞ്ഞു പിടിച്ച് വാദിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ ഒരു തോന്നൽ വരെ ഉണ്ടായി, ഇങ്ങനെയുള്ള കേസുകളൊക്കെ വാദിക്കണമെങ്കിൽ ആളൂർ വക്കീല് തന്നെ വേണം. തൃശൂർ ജില്ലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സെന്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കി പൂനെയിലേക്ക് പോകുന്നു. പൂനെയിലാണ് നിയമബിരുദം നേടുന്നത്. സ്ഥിരതാമസം എപ്പോഴും മുംബൈയിൽ തന്നെയാണ്. ഇദ്ദേഹം വാദിച്ച എല്ലാ കേസുകളിലും 100% വിജയം ഇദ്ദേഹത്തിന് തന്നെ ആയിരുന്നു എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. തെളിവുകളുടെ അഭാവം കൊണ്ടാണ് ഗോവിന്ദചാമിയുടെ കേസിൽ അദ്ദേഹത്തിന് കയ്യടി നേടാനായത്. ബാക്കി കേരളം കണ്ട എല്ലാ ക്രൂരമായിട്ടുള്ള കേസുകളിലും തൂക്കുകയറിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് പ്രതിയെ ശിക്ഷ ഇളവ് വാങ്ങിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം വാദിച്ച ഒരു കേസിൽ പോലും പ്രതിയെ രക്ഷിക്കാനോ, അതായത് കുറ്റവിമുക്തനാക്കാനോ, നിരപരാധിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനോ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ആയുധമാക്കി ഇദ്ദേഹം കേസുകൾ പിടിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി വാദിക്കുന്നത്? പണത്തിന് വേണ്ടി ഒരാൾ ഇത്രയധികം തരം താഴുമോ? നിയമബോധവും വിദ്യാഭ്യാസവും പൗരബോധവും ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളെപ്പോലെ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. എന്റെ നിലപാടുകൾക്ക് ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ പൊതുജനം ഒരു ന്യൂസ് കേട്ടാൽ അതിൽ പ്രതി എന്ന് പറയുന്ന വ്യക്തിയോട് പിന്നെ വെറുപ്പായി, പകയായി, പിന്നെ നമ്മുടെ മനസ്സിൽ പരമാവധി ശിക്ഷ ആ പ്രതിക്ക് നമ്മൾ വിധിക്കുകയും ചെയ്യും. എന്നാൽ ശരിക്കുള്ള കോടതിയിൽ വിധി പറയാനിരിക്കുന്ന ജഡ്ജിക്ക് വേണ്ടത് തെളിവുകളാണ്. പ്രതിഭാഗം വാദിക്കാൻ അവിടെ ഒരു വക്കീല് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും എല്ലാം പ്രതിഭാഗം വാദിക്കാൻ വക്കീലുണ്ടായിരുന്നു. ഒരു കക്ഷി വക്കീലിനെ സമീപിക്കുമ്പോൾ അയാളെ ഒഴിവാക്കുന്നതിന് പോലും വക്കീലിന് നിയമപരമായിട്ട് ചെറിയ തടസ്സങ്ങളുണ്ട്. തന്നെ സമീപിക്കുന്ന ആദ്യത്തെ കക്ഷിയോട് 100% കൂറ് പുലർത്തുക എന്നുള്ളതാണ് ഒരു വക്കീലിന്റെ ധർമ്മം. അത് പ്രതിയായാലും വാദിയായാലും. ഇരകൾക്ക് വേണ്ടി മാത്രമാണ് നിയമം പഠിച്ച അഭിഭാഷകന്മാർ വാദിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫഷന്റെ ആവശ്യം പോലും ഇല്ല. കാരണം ഇരകൾക്ക് ജഡ്ജി നേരിട്ട് നീതി നടപ്പാക്കിയാൽ മതിയല്ലോ. അഡ്വക്കേറ്റ് എന്ന പ്രൊഫഷനിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം കക്ഷിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് വക്കീലിന്റെ ജോലി. മനുഷ്യത്വവും മാനുഷിക പരിഗണനയും ധാർമ്മിക ചിന്തകളും
സത്യവും പോലും അവിടെ കണക്കിലെടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി കണക്കിലെടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പ്രൊഫഷനിൽ ശോഭിക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് ആളൂരും ചെയ്തത്. തന്റെ അടുത്തേക്ക് വരുന്ന ആൾ എത്രമാത്രം ക്രൂരനാണ് എന്നുള്ളതൊന്നും അദ്ദേഹം കണക്കിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മരിച്ചിട്ടും അദ്ദേഹം ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നത്. ഒരാളൂർ പോയാൽ മറ്റൊരാളൂർ വരും. എന്നും പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ ശപിച്ചാലും മരിച്ചു കഴിഞ്ഞും കല്ലെറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊരു ആത്മപരിശോധന നടത്തി നോക്കൂ. ആളൂരിനോടുള്ള അത്രയും വെറുപ്പ് നമുക്ക് ഗോവിന്ദച്ചാമിയോടുണ്ടോ? പൾസർ സുനിയോടുണ്ടോ? അമീറുൽ ഇസ്ലാമിനോടുണ്ടോ? ജോളിയോടുണ്ടോ? ബണ്ടി ചോറിനോടുണ്ടോ? ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.